السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده. أيها المسلمون أوصيكم بتقوى الله. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഓരോ ദിവസവും ഒന്നിലധികം തവണ അവശ്യ സാധനങ്ങൾ വാങ്ങിക്കുവാനും അല്ലാതെയുമായി അങ്ങാടികളിലേക്ക് നാം കയറിയിറങ്ങാറുണ്ട്. ഭൂമിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും പ്രിയങ്കരമായ ഇടം അത് പള്ളികളാണെന്നും എന്നാൽ ഏറ്റവും വെറുക്കപ്പെട്ടത് അങ്ങാടികളാണ് എന്നുമുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരാമർശം അത് നാം കേൾക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ ഏറ്റവും അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം അങ്ങാടികളിൽ പോവുക എന്നും അനാവശ്യമായി അങ്ങാടികളിൽ പോയിരുന്ന് സമയം നഷ്ടപ്പെടുത്തുക എന്നത് വിശ്വാസികൾക്ക് യോജിച്ച കാര്യമല്ല എന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ആവശ്യങ്ങൾക്കായി അങ്ങാടികളിൽ പോകാതിരിക്കുക എന്നത് ഒരിക്കലും തന്നെ നമുക്ക് കഴിയുന്ന കാര്യമല്ല. അതിനാൽ തന്നെ അങ്ങാടികളിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ പാലിക്കേണ്ടതായ, ശ്രദ്ധിക്കേണ്ടതായ ഏറ്റവും അനിവാര്യമായ കാര്യങ്ങളുണ്ട്. അത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്ന അങ്ങാടികളിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ നാം പാലിക്കേണ്ടതായ മര്യാദകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്യുന്നത്. 16ഓളം മര്യാദകൾ നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ ഈമാൻ അത് ദൗർബല്യമുള്ളതാകാതിരിക്കുവാനും അതേപോലെ തന്നെ നമ്മുടെ വിശ്വാസത്തിൽ വൈകല്യം സംഭവിക്കാതിരിക്കുവാനും ഒക്കെ ഇത്തരത്തിലുള്ള മര്യാദകൾ പാലിക്കുക എന്നത് വളരെ അനിവാര്യം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിക മര്യാദകൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കുകയും പഠിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നോക്കാം. ഒന്നാമതായിക്കൊണ്ട് അങ്ങാടികളിലേക്ക് പ്രവേശിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യം ദിക്റുല്ലാഹി ഇൻദ ദുഖൂൽ ഇല സൂഖ്. അങ്ങാടിയിലേക്കാണ്ട് പ്രവേശിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിക്കുക എന്നതാണ്. അങ്ങാടികളിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥന അത് നിർവഹിക്കുകയും ചെയ്യുക, ആ ദിക്ർ ഉരുവിടുകയും ചെയ്യുക എന്നതാണ്. സാലിം ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, മൻ ദഖല സൂഖ, ആരെങ്കിലും അങ്ങാടിയിലേക്ക് കയറുകയും ആ സന്ദർഭത്തിൽ ഫഖാല, ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്താൽ, എന്താണ് പ്രാർത്ഥന? ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അല്ലാതെ ഒരു ആരാധ്യനുമില്ല, വഹ്ദഹു, അവൻ ഏകനാണ്, ലാ ശരീക ലഹു, അവൻ ഒരു പങ്കുകാരുമില്ല, ലഹുൽ മുൽക്ക്, അവനാകുന്നു സകല അധികാരവുമുള്ളത്, വലഹുൽ ഹംദ്, സർവസ്തുതിയും അവനാകുന്നു, യുഹ്യി വയുമീത്, ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത് അവനാണ്, വഹുവ ഹയ്യുൻ ലാ യമൂത്ത്, അവൻ ജീവിക്കുന്നവനാണ്, അവൻ ഒരിക്കലും തന്നെ മരണവും ഇല്ല, ബിയദിഹിൽ ഖൈർ, അവന്റെ കരങ്ങളിലാണ് എല്ലാവിധ നന്മകളും ഉള്ളത്, വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ സകല കാര്യങ്ങൾക്കും കഴിവുള്ളവനാകുന്നു എന്ന ഈ പ്രാർത്ഥന ആരെങ്കിലും പ്രാർത്ഥിക്കുകയും ചെയ്താൽ കതബല്ലാഹു ലഹു അൽഫ അൽഫി ഹസനത്തിൻ, 1000 നന്മകൾ അഥവാ 10 ലക്ഷത്തോളം നന്മകൾ അവന്റെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുന്നതായിരിക്കും. അതേപോലെ തന്നെ വമഹാ അൻഹു അൽഫ അൽഫി സയ്യിഅത്തിൻ, 1000 അഥവാ 10 ലക്ഷത്തോളം പാപങ്ങൾ അവനിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു കൊടുക്കുന്നതായിരിക്കും. വറഫഅ ലഹു അൽഫ അൽഫി ദറജത്തിൻ, 10 ലക്ഷത്തോളം പദവികൾ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തുന്നതായിരിക്കും എന്നാണ്. ഇത്തരത്തിൽ വളരെ മഹത്വമുള്ള, ഏറെ ശ്രേഷ്ഠമാക്കപ്പെട്ട ഈ പ്രാർത്ഥന അങ്ങാടികളിലേക്ക് പ്രവേശിക്കുന്ന വേളയിൽ നാം ചൊല്ലേണ്ടതുണ്ട്. അർത്ഥമറിഞ്ഞ് മനസ്സിൽ തട്ടി അതിന്റെ ശ്രേഷ്ഠത എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം ചൊല്ലുമ്പോൾ കിട്ടുന്ന ഒരുപാട് നന്മകൾ പരലോകത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. അത് നാം ആദ്യമായി ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം അദ്മു റഫ്ഇ സൗതി ബിൽ ഖിസാമി വൽ ലിജാജ്. അങ്ങാടികളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അനാവശ്യമായി കൊണ്ട് ഉച്ചത്തിൽ സംസാരിക്കാതിരിക്കുക, അട്ടഹസിക്കാതിരിക്കുക. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങാടികളിലേക്ക് പ്രവേശിച്ചാൽ അതല്ലാത്ത വേളകളിലും അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസ ബിഫദ്ദിൻ വലാ ഖലീലിൻ, അഥവാ ഒരിക്കലും തന്നെ പരുഷമായി സംസാരിക്കുന്ന സ്വഭാവം പ്രവാചകർക്കുണ്ടായിരുന്നില്ല. വലാ സഖാബിൻ ബിൽ അസ്വാഖ്, അങ്ങാടികളിൽ പോയി അട്ടഹസിക്കുന്ന സ്വഭാവവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായിരുന്നില്ല. വലാ യദ്ഫഉ സയ്യിഅത ബിസയ്യിഅതി, ഒരു വേണ്ടാത്ത കാര്യം നമുക്ക് മുന്നിൽ ഉണ്ടായി കഴിഞ്ഞാൽ, നമ്മുടെ മേൽ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ വേണ്ടാത്തത് കൊണ്ട് തന്നെ തിരിച്ചടിക്കുന്ന സ്വഭാവവും പ്രവാചകർക്കുണ്ടായിരുന്നില്ല. ആരെങ്കിലും തെറിവാക്കുകൾ കൊണ്ട് നമ്മെ ആക്ഷേപിച്ചാൽ
തിരിച്ച് അതേ നാണയത്തിൽ തന്നെ തെറിവാക്കുകൾ കൊണ്ട് മറുപടി കൊടുക്കുക എന്നത് വിശ്വാസിക്ക് യോജിച്ച കാര്യമല്ല. അത് പ്രവാചകന്റെ അധ്യാപനങ്ങൾക്ക് വികടമാണ് എന്ന് നാം മനസ്സിലാക്കുക. മറിച്ച് പ്രവാചകൻ ചെയ്യാറുണ്ടായിരുന്നത് വലാകിൻ യഅഫു വയസ്ഫഹ്, അവിടെ വിട്ടുവീഴ്ചയും കരുണയും കാണിച്ചു കൊടുക്കുകയാണ് അവർക്ക് മുന്നിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തിരുന്നത് എന്നാണ്. അത് നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങാടികളിൽ ചെന്നു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് നിൽക്കുന്നവരോട് പോലും അട്ടഹസിച്ചുകൊണ്ട് വളരെ ഉച്ചത്തിൽ അവനെ വിളിക്കുകയും അവനോട് സംസാരിക്കുകയും ചെയ്യുന്ന രീതി നാട്ടിൽ സുപരിചിതമാണ്. അത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുവാൻ പാടില്ല. മൂന്നാമത്തെ കാര്യം അൽ മുഹാഫളതു അലൽ വഫാഇ ബിൽ ഉഖൂദ് വൽ ഉഹൂദ് വൽ ഇൽതിസാമാത് ബൈന തറഫൈൻ, അഥവാ ഇടപാടുകൾ ഭംഗിയാക്കുക, അതിലൊരു സൂക്ഷ്മത പുലർത്തുക എന്നതാണ്. കടം വാങ്ങുകയാണെങ്കിലും സാമഗ്രികൾ കടകളിൽ നിന്ന് വാങ്ങുകയാണെങ്കിലും കച്ചവടം നടത്തുകയാണെങ്കിലും ഏതെല്ലാം ഇടപാടുകളുണ്ടോ അതെല്ലാം പരസ്പരം കണ്ടറിഞ്ഞുകൊണ്ട് ഭദ്രമായിക്കൊണ്ട് ഇടപാടുകൾ ഏറ്റവും നിസാരമായ മൂല്യമാണെങ്കിൽ പോലും അതിനും പരിഗണന കൊടുത്ത് പൂർത്തിയാക്കുന്ന സ്വഭാവം അത് വിശ്വാസിയിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. അത് നാം അങ്ങാടികളിൽ പാലിക്കേണ്ട മര്യാദയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഇദയിലെ 1-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ അഭിസംബോധന നടത്തിക്കൊണ്ട് പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഔഫു ബിൽ ഉഖൂദ്, നിങ്ങൾ നിങ്ങളുടെ അഖദുകൾ, നിങ്ങളുടെ കരാറുകൾ അത് നിങ്ങൾ പൂർത്തീകരിക്കണം. അത് വിശ്വാസികളുടെ അടയാളമാണ്. അത് നിങ്ങൾ പാലിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നുണ്ട്. എത്ര ചെറിയ കരാറുകളാണെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അതിലൊരു പൂർത്തീകരണം വരുത്തുക എന്നത് നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നാലാമത്തേത് തൗസീഖുൽ ബൈഇ ഔ ശിറാഇ ബിശഹാദതി ഔ അൽ കിതാബ, അഥവാ ഇടപാടുകൾ നടക്കുമ്പോൾ, വാങ്ങലുകളും വിൽക്കലുകളും നടക്കുമ്പോൾ പരസ്പരം ഒരു ഷഹാദത്ത് അഥവാ ഒരു സാക്ഷിയെ മുൻനിർത്തിക്കൊണ്ടായിരിക്കുക. അതേപോലെ തന്നെ അതില്ല എങ്കിൽ ഒരു കിതാബത്ത്, ഒരു എഴുത്ത് അത് നമുക്കിടയിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട് എന്നാണ്. ഇടപാടുകൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സൂറത്തുൽ ബഖറയിലെ 282-ാമത്തെ വചനം, വഅശ്ഹിദു ഇദാ തബായഅതും, നിങ്ങൾ പരസ്പരം കച്ചവടം നടത്തുകയാണെങ്കിൽ, ഇടപാടുകൾ നടത്തുകയാണെങ്കിൽ നിങ്ങൾ സാക്ഷിയെ നിർത്തിക്കൊള്ളുക. സാക്ഷിയെ നിർത്തുക എന്നത് അതൊരു ഉറപ്പിന് വേണ്ടിയാണ്. അതല്ലാതെ പരസ്പരം വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് അത് വിശുദ്ധ ഖുർആൻ പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ സാക്ഷികളെ നിർത്തുക. കടം വാങ്ങുകയാണെങ്കിലും ഇത് നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒന്നുകിൽ സാക്ഷികളെ നിർത്തുക, അതല്ലെങ്കിൽ എഴുത്ത് ഇടപാടുകൾ ഉണ്ടായിരിക്കുക എന്നത്. അഥവാ നമ്മുടെ ഇടയിലേക്ക് വരികയാണെങ്കിൽ ബില്ല് സ്വീകരിക്കുക എന്നത് അത് നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇടപാടുകൾ നടത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു ബില്ലിട്ട് കൊടുക്കുക. അതൊരു ഉറപ്പിനാണ്. വാങ്ങിക്കുന്നയാളാണ് എങ്കിൽ ആ ബില്ല് സ്വീകരിക്കുകയും ചെയ്യുക. അത് കച്ചവടം നടന്നു എന്ന ഉറപ്പിന് വേണ്ടിയാണ്. രണ്ടുപേർക്കും അത് ഉറപ്പാകുവാൻ വേണ്ടിയാണ്. അത് നാം സ്വീകരിക്കേണ്ടതുണ്ട്. അഞ്ചാമത്തെ കാര്യം അസ്സമാഹതു വൽ യുസ്ർ ഫിൽ ബൈഇ വശ്ശിറാ, കച്ചവട ഇടപാടുകൾക്കിടയിൽ പരസ്പരം ഒരു വിട്ടുവീഴ്ചയും ഒരു എളുപ്പവും ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ്. ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, റഹിമല്ലാഹു റജുലൻ സംഹൻ ഇദാ ബാഅ വഇദാ ഇശ്തറാ വഇദാ ഖതല, കച്ചവടം നടത്തുമ്പോഴും സാമഗ്രികൾ വാങ്ങിക്കുമ്പോഴും അതേപോലെ തന്നെ പരസ്പരം ഇടപാടുകൾ നടത്തുമ്പോഴും വിധികൾ നടത്തുമ്പോഴും എല്ലാം വിട്ടുവീഴ്ച കാണിച്ചു കൊടുക്കുന്ന ആൾക്ക് അല്ലാഹു അയാളിൽ റഹ്മത്ത് ചൊരിയുന്നതായിരിക്കും എന്നാണ്. ഇപ്പൊ ഏതൊരു ഇടപാട് നടത്തുകയാണെങ്കിലും പരസ്പരം ഒരു വിട്ടുവീഴ്ചയും അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് ഒരു എളുപ്പവും ഉണ്ടാക്കി കൊടുക്കുക എന്നത് നാം ശ്രദ്ധിക്കേണ്ട മര്യാദയാണ്. ആറാമത്തെ കാര്യം അസ്യദഖു വൽ ബയാനു വഅദ്മു കിത്മാനിൽ ഐബ്, സത്യസന്ധതയും വിശ്വസ്തതയും സ്വീകരിക്കുക എന്നതാണ്. കച്ചവടം നടത്തുമ്പോൾ ആ വസ്തുക്കളെ സംബന്ധിച്ചുള്ള വിശദീകരണം മറ്റുള്ളവർക്ക് നൽകി കൊടുക്കുക. അതിന്റെ ന്യൂനത മറച്ചു വെക്കാതിരിക്കുക എന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ കബളിപ്പിക്കാതിരിക്കുക. ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. അതിനാൽ തന്നെ വലാ യഹില്ലു ലിമുസ്ലിമിൻ ബാഅ മിൻ അഖീഹി ബൈഅൻ ഫീഹി ഐബുൻ ഇല്ലാ ബയ്യനഹു ലഹു, ഒരു വിശ്വാസി മറ്റൊരാൾക്ക് വേണ്ടി കച്ചവടം നടത്തുകയാണെങ്കിൽ അവർക്കിടയിലുള്ള ആ കച്ചവട വസ്തുവിന്റെ ന്യൂനത മറച്ചു വെച്ചുകൊണ്ടാണ്
അവൻ കച്ചവടം നടത്തുന്നതെങ്കിൽ അതവന് അനുവദനീയമല്ല. അതിന്റെ ന്യൂനത പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അതെന്താണെന്ന് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. അത് മറച്ചു വെച്ചുകൊണ്ട് കച്ചവടം നടത്തിയാൽ അയാൾ ചെയ്യുന്നത് അപരാധമാണ്, തെറ്റാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്ത് ന്യൂനതയാണെങ്കിലും ഭൗതിക ലോകത്തുള്ള നഷ്ടത്തെക്കാൾ എത്രയോ ഭയാനകരമാണ് പാരത്രിക ലോകത്തെ നഷ്ടമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. അതിനെ മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള തിരിച്ചറിവുകൾ നമുക്കുണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്നത്. അതിനാൽ തന്നെ വഞ്ചന നടത്തിക്കൊണ്ടുള്ള ഒരു കച്ചവടം അതൊരിക്കലും നമുക്ക് കഴിയുകയില്ല എന്ന് നാം തീരുമാനിക്കണം. ഏഴാമത്തെ കാര്യം അദ്മുൽ ഇക്സാരി മിനൽ ഹലിഫ് ഫിൽ ബൈഇ വശിറാ. കച്ചവടം നടത്തുമ്പോൾ ധാരാളം സത്യം ചെയ്ത് പറയാതിരിക്കുക എന്നതാണ്. സത്യം മാത്രം പറയുകയും സത്യസന്ധത അലങ്കാരമായി സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പിന്നെയും അവൻ സത്യം ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. അബൂ ഖതാദ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇയ്യാകും വകസറത്തുൽ ഹലിഫ് ഫിൽ ബൈഅ. കച്ചവടത്തിൽ ധാരാളം സത്യം ചെയ്ത് പറയുന്നത് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. അതൊരു നല്ല സ്വഭാവമല്ല. കാരണം ഫഇന്നഹു യുനഫിഖു, അതൊരു പക്ഷേ കച്ചവടം നടത്താൻ നിങ്ങളെ സഹായിച്ചേക്കാം, പക്ഷേ പിന്നീട് അത് സുമ്മ യംഹഖു, നിങ്ങളുടെ ബറക്കത്ത് ഇല്ലാതാക്കുവാൻ അത് കാരണമായേക്കാം എന്നാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള സ്വഭാവം അത് നമുക്കുണ്ടായിരിക്കാൻ പാടില്ല. ധാരാളം സത്യം ചെയ്ത് പറഞ്ഞുകൊണ്ടൊരു വസ്തു കച്ചവടം നടത്തുന്ന രൂപം അതൊരിക്കലും നമ്മൾ പിൻപറ്റേണ്ടതില്ല എന്നാണ്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിലക്കിയ സ്വഭാവവുമാണ് എന്ന് നാം മനസ്സിലാക്കുക. എട്ടാമത്തേതായി കൊണ്ട് ഇജ്തിനാബുൽ ഗശ് വൽ ഖിദാ വൽ ഗബൻ വത്തദ്ലീസ് വൽ മുഗാലാത്ത് ഫിൽ ദിബഹ്. കച്ചവടത്തിൽ വഞ്ചനയും ചതിയും ചൂഷണവും പറ്റിക്കലും കൊള്ളലാഭവും ഇല്ലാതിരിക്കുക, അത് പൂർണ്ണമായും വെടിയുക എന്നതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണുവാൻ സാധിക്കും, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മർറ അലാ സുബ്റത്തി ത്വആം. ഒരിക്കൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണ സാമഗ്രികൾ ഇങ്ങനെ കൂട്ടിയിട്ടൊരു കൂമ്പാരത്തിന്റെ അരികിലൂടെ നടന്നുപോയി. ആ സന്ദർഭത്തിൽ ഫഅദ്ഖല യദഹു ഫീഹാ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ കൈ അതിന്റെ അകത്തേക്ക് ഇങ്ങനെ പ്രവേശിപ്പിച്ചു നോക്കി. ഫനാലത് അസാബിഅഹു ബലല, പുറമേക്ക് ഇങ്ങനെ ഉണങ്ങിക്കിടക്കുന്നുണ്ട് എങ്കിലും ഉള്ളിൽ ഒരു നനവ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അനുഭവപ്പെട്ടു. ആ സന്ദർഭത്തിൽ അതിന്റെ ഉടമസ്ഥനോട് ചോദിച്ചു, മാ ഹാദാ യാ സാഹിബ ത്വആം, എന്താണിത്, എന്താണ് ഒരു നനവ് കാണുന്നത് എന്ന് ചോദിച്ചു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ മനുഷ്യൻ പറഞ്ഞു, അസാബത്ഹു സമാഉ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നേരത്തെ പെയ്ത മഴ അത് കൊണ്ടിരുന്നു, ആ നനവ് ഉള്ളിലേക്ക് ഇറങ്ങിയതാണ് എന്ന് പറഞ്ഞു. ആ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫലാ ജഅൽതഹു ഫൗഖ ത്വആം, അത് പുറമേക്ക് കാണുന്ന രൂപത്തിൽ താങ്കൾക്ക് വെച്ചുകൂടെ, കൈ യറാഹുന്നാസ്, ജനങ്ങൾ അത് കണ്ടോട്ടെ, മൻ ഗശ ഫലൈസ മിന്നി, ആരെങ്കിലും വഞ്ചന കാണിച്ചാൽ അവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. നിങ്ങൾ നോക്കിയേ, ആധുനിക കാലഘട്ടത്തിൽ ലാഭമുണ്ടാക്കുവാൻ വേണ്ടി വഞ്ചനയും ചതിയും ചൂഷണവും പറ്റിക്കലും ഒക്കെ ഇത്തരത്തിൽ അലങ്കാരമായി കൊണ്ടു നടക്കുകയും അതൊക്കെ ഒരു മാർഗമായി സ്വീകരിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ ഇത്തരത്തിലുള്ള ഹദീസുകൾ നമുക്ക് ഗുണപാഠം പകർന്നു നൽകേണ്ടതുണ്ട്. വഞ്ചനയും ചതിയിലൂടെയും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഇത്തരത്തിലുള്ള സമ്പാദ്യം അത് നമുക്കൊരിക്കലും തന്നെ പോഷണം നൽകുകയില്ല. ഇരു ലോകവും നമുക്ക് നഷ്ടപ്പെടുത്തുവാൻ അത് കാരണമാകുമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. ഒൻപതാമത്തേതായിക്കൊണ്ട് ഇജ്തിനാബു ബഖ്സിൽ കൈലി അവിൽ വസ്നി വതത്ഫീഹിമാ, അഥവാ അളവിൽ കൃത്രിമം കാണിച്ചുകൊണ്ട് അളവിൽ പിടിച്ചു വെച്ചുകൊണ്ട് കച്ചവടം നടത്തുക എന്ന സ്വഭാവം നാം വെടിയേണ്ടതുണ്ട് എന്നാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുത്തഫിഫീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അധ്യായം ആരംഭിക്കുന്നത് തന്നെ വൈലുൽ ലിൽ മുത്തഫിഫീൻ, അഥവാ അളവിൽ കുറക്കുന്നവർക്ക് മഹാനാശമുണ്ട്, അവർ നശിച്ചിരിക്കുന്നു എന്നാണ്. അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ, അഥവാ ജനങ്ങളോട് അളന്നു വാങ്ങിക്കുകയാണെങ്കിൽ അതവർ പൂർണ്ണമാക്കിയെടുക്കുന്ന സ്വഭാവം, അത് കറക്റ്റാക്കി കൊടുക്കുന്ന, അതിങ്ങനെ അളന്നു മുറിച്ചു കൊടുക്കുന്ന സ്വഭാവം അതൊരിക്കലും പാടില്ല എന്നാണ്. അവരുടെ സ്വഭാവമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറഞ്ഞു, വഇദാ കാലൂഹും ഔ വസനൂഹും യുഖ്സിറൂൻ, അവർ അളന്നു കൊടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ അവർ തൂക്കിക്കൊടുക്കുകയോ ചെയ്യുമ്പോൾ അവർ അതിൽ നഷ്ടം വരുത്തുന്നവരായിരിക്കുമെന്നാണ്. മറ്റുള്ളവർക്ക് നഷ്ടം വരുത്തുന്ന രൂപത്തിൽ അളവും തൂക്കവും നടത്തുന്ന ആളുകൾ അവർക്ക് പൂർണ്ണമായും നാശം തന്നെയാണ്, അവർ ഇരുലോകത്തും നശിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പൊ ആ സ്വഭാവവും നമ്മൾ വെടിയേണ്ടതുണ്ട്. അങ്ങാടികളിൽ ഇടപഴകുമ്പോൾ
കച്ചവടം നടത്തുകയാണെങ്കിലും സാമഗ്രികൾ വാങ്ങിക്കുകയാണെങ്കിലും ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 10ാമത്തെ കാര്യം ഇജ്തിനാബു റിബ വൽ ഇഹ്തികാർ വകുല്ലു മാ യുഅ്ദി നാസ്, പലിശ പോലുള്ള ഇടപാടുകൾ, അതേപോലെ തന്നെ ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങൾ അത് പൂർണ്ണമായും വെടിയുക എന്നതാണ്. ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അദ്ദേഹം പറയുകയാണ്, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകില റിബ വമുകിലഹു വകാതിബഹു വശാഹിദൈഹി വഖാലഹും സവാ. അഥവാ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലിശ ഭുജിക്കുന്നവനെയും അത് തീറ്റിപ്പിക്കുന്നവനെയും അത് രേഖപ്പെടുത്തുന്നവനെയും അതിന് സാക്ഷ്യം നിൽക്കുന്നവരെയും എല്ലാം പൂർണ്ണമായും ശപിച്ചിരിക്കുന്നു. അവരെല്ലാവരും ഈ വിഷയത്തിൽ സമന്മാർ തന്നെയാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ പൂർണ്ണമായും അടിവേരോടെ ശപിച്ചതായി കാണുവാൻ സാധിക്കും. അതുകൊണ്ട് പലിശ പോലുള്ള കാര്യങ്ങളിലേക്ക് കാലെടുത്ത് വെക്കാതിരിക്കുക, അത് ജീവിതത്തിൽ ഇല്ല എന്ന് നാം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിന്റെ അഭിരുചി പോലും ഇല്ലാത്ത സമ്പാദ്യമാണ് എന്റെ സമ്പാദ്യം എന്ന് ഉറപ്പുവരുത്തുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. 11ാമത്തെ കാര്യം അൽ-ഇബ്തിആദു അനിൽ മുസായദത്തിൽ കാദിബ അല്ലതി യഹ്ദിഫു മിൻഹ അത്ത്-തഗ്ദീർ ബിൽ മുശ്തരി വദഫഉഹു ഇല അശ്ശിറാ, അഥവാ വഞ്ചനയുടെ മുഖച്ഛായ പൂശിയ ലേലം വിളി പോലുള്ള കാര്യങ്ങൾ, വാങ്ങുന്നയാളെ കബളിപ്പിക്കുവാനും സാധനം വാങ്ങാൻ പ്രേരിപ്പിക്കാനുമായി നടത്തുന്ന വ്യാജമായുള്ള വിലപേശകളിൽ നിന്നും നാം വിട്ടുനിൽക്കേണ്ടതുണ്ട് എന്ന അധ്യാപനമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്തരത്തിലുള്ള സകല കച്ചവട ഇടപാടുകളെയും ശപിച്ചതായി കാണുവാൻ സാധിക്കും. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അനിൻ നജ്ഷ്, അത്തരത്തിലുള്ള സകല കാര്യങ്ങളും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരോധിച്ചിരിക്കുന്നു. വിശ്വാസികൾക്ക് അത് പാടില്ല എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണുവാൻ സാധിക്കും. അത് നാം ശ്രദ്ധിക്കേണ്ടതാണ്. 12ാമത്തെ കാര്യം ഇജ്തിനാബു ബൈഅൽ മഗ്സൂബി വൽ മസ്റൂഖ്, തട്ടിയെടുക്കപ്പെട്ടതോ മോഷ്ടിക്കപ്പെട്ടതോ ആയ വസ്തുക്കൾ വിൽക്കുക എന്നതാണ്. ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് വസ്തുക്കൾ തട്ടിയെടുത്ത് കച്ചവടം നടത്തുക എന്നത് തീർത്തും വിശ്വാസികൾക്ക് പാടില്ലാത്ത സ്വഭാവമാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസായിലെ 29ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅകുലൂ അംവാലകും ബൈനകും ബിൽ ബാതിൽ ഇല്ലാ അൻ തകൂന തിജാറതൻ അൻ തറാദിൻ മിൻകും. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ പരസ്പരം സംതൃപ്തിയോടുകൂടി കച്ചവടം നടത്തുന്ന അത്തരത്തിലുള്ള ഇടപാടുകൾ മുഖേനയല്ലാതെ നിങ്ങളുടെ സ്വത്തുക്കൾ അന്യായമായി നിങ്ങൾ പരസ്പരം എടുത്തു കഴിക്കാൻ പാടില്ല. തൃപ്തിയില്ലാതെ മറ്റുള്ളവരുടെ വസ്തുക്കൾ എടുത്തു കഴിക്കുക എന്നത്, ഉപയോഗിക്കുക എന്നത് വിശ്വാസികളെ നിങ്ങൾക്ക് പാടില്ലാത്ത സ്വഭാവമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഉണർത്തിയതായി കാണുവാൻ സാധിക്കും. മറ്റുള്ളവരുടേത് അല്ലെങ്കിൽ നമുക്ക് ന്യായമല്ലാത്തത് അന്യായമായുള്ള വസ്തുക്കൾ എടുത്ത് ഉപയോഗിക്കുക എന്നതും അത് ഭക്ഷിക്കുക എന്നതും നമുക്കൊരിക്കലും പാടില്ലാത്ത സ്വഭാവമാണ്. അതും നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 13ാമത്തേത് ഗദ്ദുൽ ബസർ അനിൻ നിസാഇ വൽ ഇബ്തിആദി അനിൽ ഇഖ്തിലാത്ത്, അഥവാ അങ്ങാടികളിലേക്ക് പ്രവേശിക്കുമ്പോൾ, അങ്ങാടിയുമായി ചുറ്റിപ്പറ്റി നാം നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കണ്ണുകൾ താഴ്ത്തുക എന്നത്. സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാരെ തൊട്ടും പുരുഷന്മാരാണെങ്കിൽ സ്ത്രീകളെ തൊട്ടും അതേപോലെ തന്നെ പരസ്പരം ഇടകലരുന്ന സ്വഭാവവും എല്ലാം നാം ഒഴിവാക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ഈ സ്വഭാവങ്ങൾ, ഈ വിശേഷണങ്ങൾ അത് തീർത്തും ഒരു മനുഷ്യനെ വ്യഭിചാരത്തിലേക്ക് എത്തിക്കുവാൻ കാരണമാകുമെന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൻ നൂറിലെ 30ാമത്തെ വചനത്തിൽ നമ്മെ ഉണർത്തിയ കാര്യമാണ്, ഖുൽ ലിൽ മുഅ്മിനീന, അല്ലയോ പ്രവാചകരെ വിശ്വാസികളോട് താങ്കൾ പറയുക, യഗ്ളൂ മിൻ അബ്സാരിഹിം, അവരവരുടെ കണ്ണുകൾ താഴ്ത്തിക്കൊള്ളട്ടെ, വയഹ്ഫദു ഫുറൂജഹും, അവരുടെ ഗുഹ്യാവയവങ്ങൾ അവർ സൂക്ഷിച്ചു കൊള്ളട്ടെ, ദാലിക അസ്കാ ലഹും, അതാണ് അവർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല സകല കാര്യങ്ങളും, നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവൻ സസൂക്ഷ്മം അറിയുന്നവനാണ്. അതേപോലെ തന്നെ സത്യവിശ്വാസിനികളായ വനിതകളോടും അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, പ്രവാചകരെ ഖുല്ലിൽ മുഅ്മിനാതി, സത്യവിശ്വാസിനികളായ സ്ത്രീകളോട് താങ്കൾ പറയുക, യഗ്ദുദ്ന മിൻ അബ്സാരിഹിൻ, അവരുടെ കണ്ണുകൾ, അവരുടെ ദൃഷ്ടികൾ അവർ താഴ്ത്തിക്കൊള്ളട്ടെ, വയഹ്ഫദ്ന ഫുറൂജഹുന്ന, അവരുടെ ഗുഹ്യാവയവങ്ങൾ
അവർ സൂക്ഷിക്കുകയും ചെയ്യട്ടെ എന്ന്. ഇത് നമ്മൾ പാലിക്കേണ്ട മര്യാദയാണ്. ഇത്തരത്തിൽ വ്യഭിചാരത്തിലേക്ക് അടുപ്പിക്കുന്ന നിസ്സാരമായുള്ള കാര്യങ്ങൾ പോലും ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അന്യ സ്ത്രീയും അന്യ പുരുഷനും തമ്മിൽ സംസാരിക്കുന്നതും അതേപോലെ തന്നെ പരസ്പരം ഇടകലരുന്നതുമെല്ലാം ഇത്തരത്തിൽ ഏറ്റവും അപകടകരമായ അവസ്ഥയിലേക്ക് അവരെ നയിക്കുവാൻ അത് കാരണമാകുമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ അങ്ങാടികളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇത് വളരെ ഗൗരവത്തോടുകൂടി നാം പാലിക്കേണ്ടതുണ്ട്. 14ാമത്തെ കാര്യം അൽ മുഹാഫളതു അല ശആഇർ വഅദ്മിൽ ഇൻശിഗാൽ ബിൽ ബൈഇ വശിറാഇ അനിസ്സലാം. ആരാധനകളിൽ നിന്നും അതേപോലെ തന്നെ മതപരമായുള്ള നിഷ്ഠകളിൽ നിന്നും ഇത്തരത്തിലുള്ള കച്ചവടങ്ങളോ ഇടപാടുകളോ മറ്റുള്ള ഭൗതിക കാര്യങ്ങളോ അങ്ങാടികളിൽ പ്രവേശിക്കുമ്പോൾ ഈ നിഷ്ഠകളിൽ നിന്നും നമ്മുടെ നമസ്കാരം ഇബാദത്ത് പോലുള്ള കാര്യങ്ങളിൽ നിന്നും നാം അലസമാകാതിരിക്കുക എന്നതാണ്. അത് വിശ്വാസികളുടെ അടയാളമാണ്. എത്ര വലിയ കച്ചവട ഇടപാടുകൾ നടക്കേണ്ട സന്ദർഭമാണെങ്കിലും ആരാധനയുടെ സമയമാണോ അത് അവരെ പള്ളിയിലേക്ക് നയിക്കുന്ന സന്ദർഭമായിരിക്കും. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നൂറിലെ 37ാമത്തെ വചനം, റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വഇഖാമിസ്സലാം വഇതാഇസ് സകാം. ചില ആളുകൾ അങ്ങനെയാണ്. എത്ര വലിയ ഇടപാടുകളാകട്ടെ, കച്ചവടങ്ങളാകട്ടെ, എന്തെല്ലാമാകട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്മരണയിൽ നിന്നും നമസ്കാരമാകട്ടെ, സക്കാത്ത് പോലുള്ള ഇബാദത്തുകളാകട്ടെ, ഏതെല്ലാം ഇബാദത്തുകളാണെങ്കിലും അവർക്ക് മുന്നിൽ അത് ആയിക്കഴിഞ്ഞാൽ, അതിന്റെ സമയം എത്തിക്കഴിഞ്ഞാൽ അതൊരിക്കലും തന്നെ ആ കച്ചവടങ്ങളും ആ വക ഭൗതിക കാര്യങ്ങളും ആ മനുഷ്യന്മാരെ തടുക്കുകയില്ല, ഇബാദത്തിൽ നിന്നും അവരെ അശ്രദ്ധമാക്കുകയില്ല എന്നാണ്. ആ ഒരു വിശേഷണം നാം ഏറ്റെടുക്കേണ്ടതുണ്ട്. അത് നമ്മെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്ന് നമുക്ക് പറയാൻ കഴിയേണ്ടതുണ്ട്. ആരാധനകളുടെ സമയമായി കഴിഞ്ഞാൽ എത്ര വലിയ ലക്ഷങ്ങളുടെ ഇടപാടുകൾ നടക്കുന്ന സന്ദർഭമാണെങ്കിലും ആ മുഹൂർത്തം അത് ഇബാദത്തിൻ്റെതാണെന്ന് തിരിച്ചറിയാൻ, ഈ ഇടപാടുകളെക്കാൾ എത്രയോ വലിയതാണ് ആ മുഹൂർത്തം എന്ന് മനസ്സിലാക്കുവാൻ, ആ ഇബാദത്തിന് അത്രയും മൂല്യമുണ്ടെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതാണ് 14ാമത്തെ കാര്യം. അങ്ങാടികളിൽ ഇരുന്ന് ഇബാദത്തുകൾക്ക് ശോഷണം വരുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ല. 15ാമത്തെ കാര്യം വഴികൾക്ക് അതിൻ്റെതായുള്ള അവകാശങ്ങൾ പകുത്തു നൽകലാണ്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ അങ്ങാടിയിലൂടെ ഇങ്ങനെ നടന്നു പോരുമ്പോൾ കുറച്ച് സഹാബികൾ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടു. അവരോട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇയ്യാക്കും വൽ ജുലൂസ ബിത്തുറുഖാത്ത്, വഴികളിലുള്ള നിങ്ങളുടെ ഈ ഇരുത്തം അത് നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ തിരിച്ച് സഹാബത്ത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് മാ ലനാ മിൻ മജാലിസിനാ ബുദ്ദുൻ നതഹദ്ദസു ഫീഹാ. പ്രവാചകരെ, ഈ ഇരുത്തം ഞങ്ങൾക്ക് ആവശ്യമാണ്. ഞങ്ങൾക്ക് ഈ ഇരുത്തത്തിൽ പല കാര്യങ്ങളും പരസ്പരം സംസാരിക്കുവാനുമുണ്ട്. അങ്ങനെ ഈ ഇരുത്തത്തിന് പ്രവാചകരെ താങ്കൾ തടസ്സം വെക്കല്ലേ എന്ന് ആവശ്യപ്പെട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദ് അബൈതും ഇല്ലൽ മജ്ലിസ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇരുന്നോളൂ, പക്ഷേ ഫഅതു തരീഖ ഹഖഹു, വഴികൾക്ക് നിങ്ങൾ നൽകേണ്ടതായുള്ള അവകാശങ്ങൾ അത് നിങ്ങൾ നൽകേണ്ടതുണ്ട്, അതിൽ നിങ്ങൾ മുടക്കം വരുത്താൻ പാടില്ല എന്ന് പറഞ്ഞു. ആ സന്ദർഭത്തിൽ സഹാബത്ത് ചോദിച്ചു, റസൂലേ വമാ ഹഖ്ഖു തരീഖി യാ റസൂലല്ലാഹ്, എന്താണ് പ്രവാചകരെ വഴികളുടെ അവകാശങ്ങൾ എന്താണ്? എന്ത് അവകാശങ്ങളാണ് ഞങ്ങൾ കൊടുക്കേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഗദ്ദുൽ ബസർ, നിങ്ങൾ ദൃഷ്ടികൾ താഴ്ത്തണം. വഖഫുൽ അദാ, എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, പ്രയാസങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നിങ്ങൾ മാറ്റിക്കൊടുക്കണം. അതേപോലെ തന്നെ വറദ്ദുസ്സലാം, സലാം പറഞ്ഞാൽ മടക്കണം. മറ്റൊരു കാര്യം വൽ അംറു ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കുകയും വന്നഹ്യു അനിൽ മുൻകർ, വേണ്ടാത്ത കാര്യങ്ങൾ കണ്ടാൽ അത് നിങ്ങൾ തടയുകയും ചെയ്യണം. ഇതാണ് വഴികൾക്ക് കൊടുക്കേണ്ട ഹക്ക്, അതാണ് നിങ്ങൾ കൊടുക്കേണ്ട അവകാശം. അത് നിങ്ങൾ പകുത്തു നൽകണം, അതിൽ നിങ്ങൾ വൈകല്യം വരുത്തുവാൻ പാടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയതായി കാണുവാൻ സാധിക്കും. അപ്പോൾ കഴിവിന്റെ പരമാവധി അങ്ങാടികളിലുള്ള ഇരുത്തം അത് നമ്മൾ ഒഴിവാക്കുകയാണ് വേണ്ടത്. എന്നാൽ അതിലൊരുപാട് നന്മയുണ്ട്. ഞാൻ അങ്ങാടിയിൽ പോയിരുന്നാൽ മറ്റുള്ളവർക്ക് ഒരുപാട് ഖൈറുണ്ട്, അവർക്കൊരുപാട് നന്മകൾ കിട്ടും എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ പോയിരിക്കാം. പക്ഷേ അവിടെ നമ്മൾ ഇത്തരത്തിലുള്ള ഹക്കുകൾ, അവകാശങ്ങൾ അത് നാം കൃത്യമായി നൽകേണ്ടതുണ്ട്. അതിൽ തടസ്സം വരുത്തുകയാണെങ്കിൽ നാം ചെയ്യുന്നത് വലിയ അപരാധമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. 16ാമത്തെ കാര്യം, ഏറ്റവും അവസാനമായി കൊണ്ട് നാം ശ്രദ്ധിക്കേണ്ട കാര്യം അൽ മുഹാഫളതു അലാ നദാഫത്തി സൂഖ്, അങ്ങാടികളിൽ അവകളുടെ ശുചിത്വം നമ്മൾ പാലിക്കുക എന്നതാണ്.
അങ്ങാടികളുടെ വൃത്തി നാം കാത്തു സൂക്ഷിക്കുക എന്നതാണ്. നാം ജീവിക്കുന്ന പരിസരമാണ്, നാം ഇടപഴകുന്ന മേഖലയാണ്. അവിടെ നമ്മൾ മാലിന്യങ്ങൾ നിക്ഷേപിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വൃത്തികേടുകൾ ഉണ്ടാക്കിക്കൊണ്ടോ അങ്ങാടികളുടെ ശുചിത്വം നശിപ്പിച്ചു കളയാൻ പാടില്ല. കഴിവിന്റെ പരമാവധി വൃത്തിയോടെ കാത്തു സൂക്ഷിക്കുവാൻ നാം കാരണം എന്തായാലും നമ്മുടെ അങ്ങാടികൾ, നമ്മുടെ ചുറ്റുവട്ടങ്ങൾ അതൊരിക്കലും തന്നെ മലിനമായതാകാൻ നമ്മൾ സമ്മതിക്കരുത്. അതിന്റെ കൂടെ നാം മുൻകൈയെടുത്ത കാരണത്താൽ എന്തെങ്കിലും ഒരു നല്ല ശുചിത്വ മാർഗങ്ങൾ അവിടം കൊണ്ടുവരപ്പെട്ടു എങ്കിൽ അത് ഹൈറാണ്, ഉത്തമമാണ്. ആ രീതിയിൽ നാം അതിനെ നോക്കിക്കാണുക. അത്തരത്തിൽ ഈ 16 മര്യാദകളും ജീവിതത്തിൽ നാം പാലിക്കുക. അങ്ങാടികളിലേക്ക് ഇറങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള മര്യാദകൾ പാലിക്കൽ വളരെ അനിവാര്യമാണ്. ഒരു വിശ്വാസി എന്ന നിലക്ക് ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഇത്തരത്തിലുള്ള മര്യാദകൾ കാണുക പോലും ചെയ്യാത്ത അവസ്ഥ സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ നാം അതിന്റെ വക്താക്കളായിക്കൊണ്ട് അത് മുറുകെ പിടിച്ച് ജീവിക്കുന്നവരായിക്കൊണ്ട് മാറുവാൻ പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ ബാധ്യതയാണ് ഇത്തരത്തിലുള്ള ഇസ്ലാമിക മര്യാദകൾ പാലിക്കുക എന്നത് എന്ന് നാം മറന്നു പോകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും ജീവിതത്തിൽ പാലിക്കുവാനും നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ പാപങ്ങൾ അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.